സല്യൂട്ട് സന്മനസ്കരെ. മറ്റൊരു വീഡിയോ ചെയ്യാനുള്ള ആശയവുമായി ഞാൻ ഇവിടെ വന്നതെങ്കിലും എനിക്ക് പെട്ടെന്ന് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അദ്ദേഹത്തോടൊപ്പം ഞാൻ കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു പിടി നല്ല അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. 2004 മെയ് മാസം ഞാൻ മധ്യമേഖലയുടെ DIG ആയി ജോലി ചെയ്യുമ്പോഴാണ് ആന്റണി സാറ് പെട്ടെന്ന് ദിവസം രാജിവെച്ചിട്ട് ഉമ്മൻചാണ്ടി സാറ് പകരം മുഖ്യമന്ത്രിയായി വരുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല, പലപ്പോഴും അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വളരെ നല്ല ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ എനിക്ക് സ്നേഹവും അഭിമാനവും ഒക്കെ തോന്നിയിരുന്ന ഒരു വ്യക്തിയുമാണ്. പോലീസ് ആസ്ഥാനത്ത് AIG ആയിട്ട് ജോലി നോക്കിയിരുന്ന സമയത്ത് പലവട്ടം അസംബ്ലിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഓഫീസേഴ്സ് ഗാലറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മിനിസ്റ്ററായിട്ട് നടത്തിയ ചില പ്രസംഗങ്ങളും പ്രമേയ അവതരണങ്ങളും ഒക്കെ ശ്രവിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവാണ് എന്ന ബോധ്യവും എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ കാണാൻ ഉള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. എനിക്കങ്ങനെ വെറുതെ ആൾക്കാരെ പോയി കാണുന്ന ശീലവും ഇല്ലാത്തത് കൊണ്ട്, അത് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പോയി അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുമില്ലായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റ ശേഷം എറണാകുളത്തെ എയർപോർട്ടില് എവിടെയോ പോകാനായിട്ട് വന്നപ്പോൾ ആ സമയത്താണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ VIP ലൗഞ്ചിന്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹം അവിടെ വന്നു, അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തെ ഇരുത്തിയ ശേഷം ഞാൻ സല്യൂട്ട് ചെയ്തു, സ്വയം പരിചയപ്പെടുത്തി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു, പല കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിഴല് പോലെ കൂടെ നടക്കുന്ന കുറെ രാഷ്ട്രീയ പ്രവർത്തകർ കൂടാതെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ചില പോലീസ് ഓഫീസേഴ്സും, യൂണിഫോം ഇട്ട ജോലിയിലല്ലാത്ത ചില പോലീസ് ഓഫീസേഴ്സും അദ്ദേഹത്തെ കാണാൻ അവിടെ വരികയും അദ്ദേഹത്തോടൊപ്പം വളരെ സൗഹൃദ രൂപേണ സംസാരിക്കുകയും ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ എല്ലാവരിടത്തും എന്ത് നല്ല രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് എന്നുള്ള ഒരു നേരിട്ടല്ല അനുഭവം കൂടിയായിരുന്നു അത്. എറണാകുളം സിറ്റിയിൽ വെച്ച് നടന്ന കേരള അത്ലറ്റിക് മീറ്റിന്റെ ഇനോഗ്രേഷൻ, അതിനുവേണ്ടിയും ശ്രീ ഉമ്മൻചാണ്ടി സാറ് വന്നിരുന്നു. അത് ആന്റണി സാറ് വരാം എന്ന് പറഞ്ഞുറപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അദ്ദേഹം രാജിവെച്ച് പോയത് കൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കാൻ ഒരു പേടിയായിരുന്നു. കാരണം ചാർജ് എടുത്തതേ ഉള്ളൂ, പെട്ടെന്ന് അദ്ദേഹം വരുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം DGP ക്ഷണിച്ചപ്പോൾ വന്നു. കോരി ചൊരിയുന്ന മഴയത്ത് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റേഡിയത്തിലൂടെ നടന്നു വന്ന് DGPയുടെ അടുത്ത് പറഞ്ഞു, മഴയാണല്ലോ, കൊട വേണ്ടേന്ന് ചോദിച്ചു. കൊട കൊണ്ടുപോയപ്പോൾ മാറ്റിക്കളഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ പോലീസിന്റെ എംബ്ലമുള്ള, അത്ലറ്റിക് മീറ്റിന്റെ എംബ്ലമുള്ള ഒരു വെള്ള ക്യാപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം ആ ക്യാപ്പ് വെച്ചുകൊണ്ട് ആണ് പോയത്. ആ പരിപാടിയിലെ സല്യൂട്ട് സ്വീകരിച്ച് തിരിച്ചു പോകുന്നത് വരെ ക്യാബ് അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. സാധാരണ പോയി കാണാറുണ്ട്, പക്ഷെ അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വരും, കുറച്ച് സമയം അവിടെ ഉണ്ടാവും, ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സാധാരണ ഇരിക്കുന്ന ഒരു മുറിയുടെ അകത്ത് കയറാൻ നമുക്ക് പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ആളുകളാണ് അവിടെ. അദ്ദേഹം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം നിൽക്കും. അപ്പൊ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം അകത്തേക്കുള്ള ഒരു മുറിയിലേക്ക് പോയി. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തോട്ട് പോയിട്ട്, അകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇരുന്നുകൊണ്ട് വേറെ ആരെയും കയറ്റാതെ എന്നെ മാത്രം കയറ്റി ഇരുത്തിക്കൊണ്ട്, ആ സമയം ഭയങ്കര വിവാദമായി നിന്നിരുന്ന ഒരു കേസായിരുന്നു കിളിരൂർ കേസ്. പ്രമുഖരായിട്ടുള്ള 2 വ്യക്തികളുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ, അതിനകത്തെ സത്യാവസ്ഥ എന്താണ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അന്വേഷണം തുടങ്ങുന്നേ ഉള്ളൂ, ഇപ്പോഴാണ് അത് കേട്ടത്. VIPs എന്ന് പറഞ്ഞിങ്ങനെ അവരുടെ പേര് പൊങ്ങി വന്നത് ഈയിടെയാണ്. അപ്പൊ ഞാൻ അവരെ വിളിപ്പിച്ചിട്ടുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. അതും കൂടെ നോക്കിയ ശേഷം ക്രോസ് വെരിഫിക്കേഷൻ നടത്തി വേറെ ഏതെങ്കിലും സാക്ഷികളുണ്ടോ എന്ന് നോക്കിയ ശേഷം അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സാറിനെ അറിയിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി അന്വേഷിച്ചോളൂ, ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല, പക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞ ശേഷം ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അറിയിക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നീട് ഈ കേസ് അന്വേഷിച്ച ശേഷം പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും സംസാരിച്ച് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയപ്പോൾ അത് പുറത്ത് പത്രങ്ങൾ പറയുന്നത് പോലെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള വസ്തുത ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയുകയും അദ്ദേഹം അത് ശരി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരി, ബാക്കി അന്വേഷണം നടത്തിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഇത് കേസ് CBIക്ക് മാറുന്ന അവസരം വന്നപ്പോഴും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. പത്രത്തിലൂടെ വലിയ വാർത്തയായിട്ട് വന്നു. ഈ കുട്ടി മരിക്കുന്ന സമയത്തുള്ള വാർത്തകൾ, ഇതിന്റെ എല്ലാത്തിലും ഞാൻ അദ്ദേഹവുമായി നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു, അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. സുനാമി എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഡിസംബർ മാസം സുനാമി നടക്കുമ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ ആത്മാർത്ഥതയുടെ മുഖം ഞാൻ കാണുന്നത്. നിരന്തരമായിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പല ആൾക്കാരുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുകയും തീരദേശവാസികളുമായിട്ട് ചർച്ച നടത്തുകയും എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ചോദിക്കുകയും പല ആൾക്കാരും വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ നിന്ന് സഹായം ചോദിക്കുകയും ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. സുനാമി നടന്നതിന്റെ 2-3 ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും കായംകുളത്ത് വന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് നടത്തിയ ഒരു ചർച്ച രാവിലെ മുതൽ അർദ്ധരാത്രി വരെ നീണ്ടുപോയി. ആ സമയത്ത് പല സ്ഥലത്തു നിന്നും പല ധനസഹായങ്ങളും വന്നെങ്കിലും അദ്ദേഹം ഒന്നും അത് രഹസ്യമായിട്ട് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും സുതാര്യതയോടുകൂടി ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ആൾക്കാർ കൊണ്ട് കൊടുക്കുമ്പോഴും കാശായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൈസ വാങ്ങിച്ചു വെക്കുമ്പോൾ അത് എണ്ണി നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം PS-നെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലുള്ള ആരെങ്കിലും ഏൽപ്പിക്കും. എന്നിട്ട് അതിനൊരു രേഖ ഉണ്ടാക്കും. ചെക്കായിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് ആ ചെക്ക് കൊടുത്തിട്ട് പറയും CM-ന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നു. എല്ലാവരും ഉണ്ട്, അവിടെ പത്രക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുള്ള അദ്ദേഹം അതെല്ലാം ഓരോന്നോരോന്നായിട്ട് സ്വീകരിച്ചതും അതിനെല്ലാത്തിനും കണക്കുകൾ അപ്പൊ തന്നെ എഴുതി വെക്കണമെന്ന് ശഠിച്ചതും ഒക്കെ നല്ല ഓർമ്മയുണ്ട്. പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ദുരിതബാധിത പ്രദേശങ്ങൾ കാണാനായി വന്നപ്പോഴും രാവിലെ മുതൽ അദ്ദേഹം പോകുന്നത് വരെ ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നതും ഒക്കെ നല്ല നല്ല ഓർമ്മയായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് ജെന്യുവൻ ആയിട്ടുള്ള അത് മനസ്സിൽ തട്ടിയുള്ള ഒരു വിഷമം ആ സംഭവത്തിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയാം. നമ്മൾ ഇപ്പൊ കാണുന്നത് പോലെ ഒരു മഴ പെയ്യുമ്പോൾ അത് പ്രകൃതി ദുരന്തമാക്കി മാറ്റി വിട്ടിത്തം കൊണ്ട് ഡാമുകൾ തുറന്നു വിട്ട് ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് പ്രളയക്കെടുതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് കാശ് പിരിച്ച് അതൊരു വലിയ വിറ്റ് രാഷ്ട്രീയ തുറുപ്പ് ചീട്ടാക്കി മാറ്റുന്ന സമ്പ്രദായമൊന്നും അദ്ദേഹത്തിന് വഴങ്ങാത്തത് കൊണ്ടായിരിക്കത്തില്ല തീർച്ചയായിട്ടും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ജനനന്മ ആഗ്രഹിച്ചിരുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ശേഷം മതി മറ്റെന്തും, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പോലും അതിന് 2ാം സ്ഥാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ആ സമയം ഞാൻ കണ്ടത്. പിന്നീട് അത് പലവട്ടം ഞാൻ ഓർത്തിട്ടുണ്ട്. സുനാമിയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്തായിരുന്നു എന്ന്. ഒരു നിമിഷം പോലും അത് ദുരന്തം വിറ്റ് കാശാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. പത്രമാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ഒന്നും. അതൊരു അദ്ദേഹത്തിന്റെ സ്വയമായിട്ടുള്ള ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഈ പ്രകൃതി ദുരന്തത്തിനെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ സാധിച്ചതും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചതും. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതായിട്ട് എനിക്കറിയാം. ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തിരുന്നു, പലർക്കും വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, പല കാര്യങ്ങൾ അദ്ദേഹം സുനാമി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വന്നെങ്കിലും ഇതൊക്കെ വെറുതെ രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കുന്ന അലിഗേഷൻസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണല്ലോ രാഷ്ട്രീയം. അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ജനസമ്പർക്ക പരിപാടികൾ നടത്താനായിട്ട് ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. പലപ്പോഴും അതെന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി ഒരു ദിവസം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ പരിപാടി നടത്തി ഒരു ദിവസം പ്ലാൻ ചെയ്ത് അദ്ദേഹം ഒരു 8-8:30 ആകുമ്പോഴേക്കും ആ ജില്ലയിലെത്തും. അവിടെ നിന്ന് ഒരു 9 മണിയോട് കൂടി അത് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നേരത്തെ ആൾക്കാരുടെ ഒരു എണ്ണം കൊടുക്കണം, എത്ര പരാതി ഉണ്ടെന്നുള്ളത് നേരത്തെ അറിയിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ജനക്കൂട്ടം അവിടത്തേക്ക് ഇങ്ങനെ ഒരു പ്രവാഹം പോലെ വരികയും അവരെ എല്ലാവരെയും കണ്ട ശേഷം രാത്രി എത്ര വൈകിയാണെങ്കിൽ പോലും ഒറ്റ ആളെ പോലും നിരാശപ്പെടുത്താതെ എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും പരാതി വാങ്ങി അവരോട് സംസാരിച്ച് സമാധാനപ്പെടുത്തിയിട്ടാണ് വിടുന്നത്. അതിനും ഒരു ചിട്ടയായ രീതി. ആദ്യമൊക്കെ ഒരു ചെറിയ ബഹളം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി എങ്ങനെയാണ് അത് നന്നായിട്ട് നടത്തേണ്ടതെന്ന്. വളരെ ചിട്ടയോടുകൂടി നടത്തിയിരുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിനായിട്ട് 2-3 ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരുടെ ഓരോ ഡെസ്കുകൾ ഉണ്ടാക്കി പരാതികൾ അപ്പൊ തന്നെ അതത് ഡിപ്പാർട്ട്മെന്റ് ഡെസ്കുകളിലേക്ക് ചെന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത് രേഖപ്പെടുത്തി പിന്നീട് അത് എന്ത് ചെയ്തു, അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം അവരെ അറിയിക്കുന്ന ഒരു രീതിയും ഒക്കെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായതും ഒക്കെ ആ സമയത്തായിരുന്നു. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയും ഊർജ്ജം എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം അദ്ദേഹം ഈ ജനസമ്പർക്ക പരിപാടികൾക്ക് വരുമ്പോൾ ആദ്യം ഞാൻ പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ നിൽക്കുമ്പോഴേ എനിക്ക് ക്ഷീണമാണ്. പക്ഷെ അദ്ദേഹം വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, ഇരിക്കയില്ല, അങ്ങനെ ഓടി നടന്ന് ഇവരുടെ ഇടയിൽ കൂടെ നടന്ന് അവിടെ നിന്ന് പരാതി വാങ്ങി ഇവിടുന്ന് പരാതി വാങ്ങി അവരോടൊക്കെ പരാതി കേട്ട് വൈകുന്നേരം വരുമ്പോഴും അതേ ഊർജ്ജത്തോടു കൂടി, മുടി മാത്രം ഒരു ശകലം ചിക്കിപ്പരുത്തി ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അല്ലാതെ അതേ ഊർജ്ജത്തോടു കൂടി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊക്കെ ശരിക്കും അതിശയം തോന്നാറുണ്ട്. ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊരു സമാശ്വാസത്തിന്റെ ഒരു തലോടൽ, ഒരു സ്പർശം ഒക്കെ കൊടുക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ അദ്ദേഹം കണക്കാക്കിയിരുന്നു. എല്ലാവരും പറയും അദ്ദേഹത്തിന് ഊർജ്ജം വേണമെന്നുണ്ടെങ്കിൽ ചുറ്റും ഇത്രയും ആൾക്കാർ വേണം എന്നുള്ളത്. പക്ഷെ അത് തിരിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ഊർജം കൊടുക്കാനുള്ള ഒരു കലവറ അദ്ദേഹമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴും അദ്ദേഹവുമായിട്ട് മുഖാമുഖമോ അല്ലെങ്കിൽ അഭിമുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ചയോ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്കൊരു എവിടുന്ന് ഒരു പ്രത്യേക ഊർജം കിട്ടിയതുപോലെ തോന്നാറുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ ഊർജം പകർന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്, അല്ല തിരിച്ചല്ല. ഞാൻ പുസ്തകങ്ങളും കൂടി എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്റെ രണ്ടാമത്തെ ചെറുകഥാ സമാഹാരം, എന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം മനസ്സിലെ മഴവില്ല, അത് പ്രകാശനം ചെയ്തത് ശ്രീ എം ടി വാസുദേവൻ നായർ സാറായിരുന്നു. ഞാനത് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയും. എന്റെ ആദ്യത്തെ പുസ്തകം, എന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം, ഞാൻ ആദ്യമായിട്ട് എഴുതി പബ്ലിഷ് ചെയ്ത പുസ്തകം, അതിന്റെ പ്രകാശന കർമ്മത്തിന് എനിക്ക് വലിയ മടിയായിരുന്നു ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ. വരുമോ, കോഴിക്കോട് നിന്നൊക്കെ വരണ്ടേ എറണാകുളത്ത് എന്ന്. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വന്നു. യാത്രി നിവാസിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും അന്ന് സി രാധാകൃഷ്ണൻ സാറും ഉണ്ടായിരുന്നു. ഞാൻ ആരാധിക്കുന്ന 2 സാഹിത്യകാരന്മാരാണ്. ചെറുമർമ്മരങ്ങൾ എന്ന് പറയുന്ന എന്റെ ചെറുകഥാ സമാഹാരം, അതിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ക്ഷണിക്കുകയും സാറിന്റെ ഒരു പുസ്തകം പ്രകാശനം നടത്തുക. ചെറുകഥകളാണ് മിക്കവാറും, എല്ലാം എന്റെ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ്. സാറ് ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ എറണാകുളത്താണോ, അത് വരാൻ പ്രയാസമായിരിക്കും, എന്നാലും ഡേറ്റ് ഒന്ന് പറയാൻ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ഞാൻ ഡേറ്റ് ഒക്കെ മാറ്റി. കൊച്ചിയിലുള്ള റിനൈസൻസ് ഹോട്ടലാണ് ഇപ്പൊ റിനായി ഹോട്ടൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ശ്രീകൃഷ്ണദാസിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിനകത്ത് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് രാവിലെ 9 മണിക്കാണ് അദ്ദേഹം സമയം തന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ വരികയുള്ളല്ലോ, അതുകൊണ്ട് അവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ ആ ഹോള് ബുക്ക് ചെയ്ത് കൃത്യസമയത്ത് വരികയും ഹോള് നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരെ വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പുസ്തക പ്രകാശനവും നിർവഹിച്ച ശേഷം അന്നും സി രാധാകൃഷ്ണൻ സാറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്റെ ഒരു അഭിമാന പ്രശ്നവും കൂടെ ആയിരുന്നു. അപ്പൊ അതിന് മുഖ്യമന്ത്രി വന്ന് അത് ചെയ്തു തരിക എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഒരു പ്രോത്സാഹനം കിട്ടിയ പോലെയായിരുന്നു. വീണ്ടും വീണ്ടും എഴുതണം എന്നുള്ളൊരു പ്രോത്സാഹനം. എന്റെ ഭർത്താവിന് പെട്ടെന്ന് അകാരണമായിട്ട് ഒരു ട്രാൻസ്ഫർ ആ സമയം വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റി വേറൊരു ഡോക്ടറെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്ത് ഓർഡറായി. അന്യായമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല ട്രാൻസ്ഫർ റൂൾ അനുസരിച്ച്. പലരെയും പോയി കണ്ടു, എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇതായി, അതുകൊണ്ട് CM-നോട് പോയി പറഞ്ഞാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും എന്റെ ഭർത്താവും കൂടെ പോയി CM-നെ കണ്ടിരുന്നു. ഭർത്താവ് ഡോക്ടർ സേതുനാഥ്, അവിടെ KGM-CTA എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ ഒരു ഭാരവാഹിയായിരുന്നു. ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം പല പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറുമായിട്ട് ചർച്ചകൾക്ക് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ശ്രീലേഖയുടെ ഹസ്ബൻഡ് ആണ് എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് ഉമ്മൻചാണ്ടി സാർ അറിയുന്നത് പോലും, ഓ ഡോക്ടർ സേതുനാഥ് ശ്രീലേഖയുടെ ഹസ്ബൻഡ് ആണോ, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളത് എന്റെ അടുത്ത് എന്താ നേരത്തെ പറയാത്തതെന്നൊക്കെയുള്ള മറ്റുള്ള അദ്ദേഹം അതിശയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അവസാനം ഈ കാര്യം ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, ഞാൻ കൂടെ നിന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർ നിൽക്കുകയാണ് ഓഫീസ് റൂമിൽ അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഇങ്ങനെ ഒരു ആൾക്കാരോട് പോകും, അവിടുന്ന് പോകെ വന്നാണ് അവസാനം ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങളിവിടെ കാത്തു നിന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഡോക്ടറെ ഞാൻ മാറ്റണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, മറ്റ് വ്യക്തിയെ എന്തെങ്കിലും ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അനുഭവപൂർവ്വം പരിഗണിച്ച് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറയുകയും അതിനുശേഷം അത് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രണ്ടുപേരെയും അഡ്ജസ്റ്റ് ചെയ്തു. പുതിയതായിട്ട് വന്ന ആൾക്ക് സ്പെഷ്യൽ പോസ്റ്റിംഗ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യുകയും എന്റെ ഹസ്ബൻഡിന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവിടെ തന്നെ തുടരാനുള്ള ഒരു അനുവാദം കൊടുക്കുകയും ചെയ്തതും വളരെ നന്ദിയോടുകൂടി അല്ലാതെ ഞങ്ങൾക്ക് സ്മരിക്കാൻ പറ്റില്ല. ഞാൻ മധ്യമേഖല DIG ആയിരുന്ന സമയത്ത് തന്നെയാണ് കിളിരൂർ കേസ് കൂടാതെ തന്നെ പ്രധാനപ്പെട്ട മറ്റു പല കേസുകളും ഉണ്ടായിരുന്നത്. പ്രവീൺ വധക്കേസ് തെളിയിച്ചത് ആ സമയമായിരുന്നു. രാഹുൽ തിരോധന കേസ് നടന്നതും ആ സമയത്തായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കേസുകൾ വരുമ്പോഴും ഒക്കെ ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉമ്മൻചാണ്ടി സാറാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പിന്തുണ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകിയ ഒരു വസ്തുതയായിരുന്നു. എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ അദ്ദേഹം വളരെ ക്ഷമാപൂർവം കേൾക്കും. അദ്ദേഹം ഒരിക്കലും ഇടയ്ക്ക് കയറി സംസാരിക്കില്ല. നമ്മൾ പറയാനുള്ളത് മൊത്തം കേട്ട ശേഷം അദ്ദേഹം വളരെ ആലോചിച്ചുറച്ച ഒരു തീരുമാനം എടുത്ത് നമ്മളെ അറിയിക്കും. ഇത് ചെയ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ചെയ്തത് ശരിയാണ് എന്ന് പറയും. അപ്പൊ അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വസ്തുതയായിരുന്നു. ഈ സമയത്താണ് തൃക്കുന്നത്ത് സെമിനാരിയില് വലിയ ഒരു അടിപിടി ഉണ്ടായത്. അതേപ്പറ്റി ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ അല്ലെങ്കിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടികൾ 100% നീതിയുടെയും സത്യത്തിന്റെയും ന്യായത്തിന്റെയും പുറത്ത് തന്നെ ആയിരുന്നു എന്നുള്ളത് ഉറപ്പ് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് കാര്യമായിട്ട് ഇടപെടാതിരുന്നത്.
ഉമ്മൻചാണ്ടി സാറിന്റെ ഗുണം എന്ന് പറയുന്നത് സത്യവും നീതിയും ന്യായവും എന്താണോ അതോടൊപ്പം ഉറച്ചങ്ങ് നിൽക്കും അദ്ദേഹം, ആരെന്ത് പറഞ്ഞാലും. അപ്പൊ അദ്ദേഹത്തോട് യാക്കോബായ സഭയിലുള്ള ആൾക്കാര് വളരെ വിരോധത്തോടു കൂടി പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം ഓർത്തഡോക്സ് സഭ അംഗമായതുകൊണ്ടാണ് അദ്ദേഹം ഓർത്തഡോക്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നത്, പോലീസിനെ കൊണ്ട് ഞങ്ങളെ മർദ്ദിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അപവാദങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. അങ്ങനെ വലിയ മർദ്ദന മുറകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് പോലീസിന് എനിക്ക് ഒക്കെ പേഴ്സണലായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ഒരുപാട് അപവാദം കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു. അന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞ കഷ്ടം തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ആളുകൾ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറയുന്നത് എന്ന്. പക്ഷെ രാഷ്ട്രീയവും മതവും എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ കല്ലെറിയാനുള്ള ഒരു വേദിയായിട്ട് മാറുന്നതും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു നിർഭാഗ്യമുള്ള ഒരു സംഭവമായി പോയി, അതും എന്ന് പറയാനുള്ളൂ. അതൊന്നും അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തില്ല, ഒന്നും തളർത്തിയില്ല. അദ്ദേഹം വീണ്ടും സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു നേതാവായിട്ട് തന്നെ തുടർന്ന് പ്രവർത്തിച്ചത് വളരെ വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഓഗസ്റ്റ് അവസാനത്തോടു കൂടി എനിക്ക് പ്രൊമോഷൻ ഡ്യൂ ആയി IG ആയിട്ട്. അന്നൊക്കെ വളരെ താമസിച്ചാണ് പ്രൊമോഷൻ വരുന്നത്. ഇപ്പോൾ എല്ലാ ജനുവരി ആകുമ്പോഴും കൃത്യമായിട്ട് പ്രൊമോഷൻ സീനിയർ ഓഫീസേഴ്സിന് കൊടുക്കും. പക്ഷെ അന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് ആയപ്പോൾ പ്രൊമോഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അറിയിപ്പ് കിട്ടും, പല സ്ഥലത്ത് DGP വിളിച്ച് പറയും, പിന്നെ CM-ന്റെ ഓഫീസിൽ നിന്നും ഒക്കെ പറയാറുണ്ട്. ആ സമയത്ത് എറണാകുളത്ത് വന്ന ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ നേരിട്ട് പോയി കണ്ട, ഒരു സാർ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ റിക്വസ്റ്റ് ആയിട്ട് പോയി പറഞ്ഞ്, സാർ എനിക്കിവിടെ എറണാകുളത്ത് തന്നെ തുടർന്നാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ മകൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്, അവനിപ്പോ 8ാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു വർഷം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നിന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അവന് സ്ഥിരമായിട്ടൊരു ഫ്രണ്ട് ഇല്ല, സ്ഥിരമായിട്ടൊരു സ്കൂളില്ല, പഠനത്തിൽ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് 8ാം ക്ലാസ്സിലാണ് ഇപ്പോ, 12 വരെയെങ്കിലും എനിക്ക് എറണാകുളത്ത് തന്നെ തുടർന്നാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ പല പോസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. അവിടെ പോസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഇവിടെ പോസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം അവസാനം തിരഞ്ഞെടുത്തത് ശ്രീലേക്ക് ഏറ്റവും ചേരുന്നത് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ MD ആയിട്ട് പോകുന്നതായിരിക്കും. അവിടെ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും, MBAയും കൂടെ ചെയ്ത ആളാണല്ലോ എന്നുള്ള മട്ടിൽ അദ്ദേഹം തന്നെ സംസാരിച്ചത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നു. അതിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട് അദ്ദേഹത്തോട്, ഈ കാര്യം എനിക്ക് ചെയ്തു തന്നത്. ആ സമയം കൊണ്ട് എന്റെ പല സ്വകാര്യ ആവശ്യങ്ങളും നടന്നു കിട്ടി എന്നത് പറയാതെ വയ്യ. പിന്നീടുള്ള ഇലക്ഷനിൽ സർക്കാർ മാറി വന്നപ്പോൾ ഞാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പോവുകയും അവിടെ നിന്ന് കോടിയേരി സാർ എന്നെ വിളിച്ച്, പുന്നു സാറും ഒക്കെ വിളിച്ചിട്ട് എന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് കൊണ്ടുപോവുകയും, പിന്നെ ക്രൈംബ്രാഞ്ചിൽ കുറെ നാൾ ജോലി ചെയ്ത ശേഷം ഞാൻ എറണാകുളം റേഞ്ചിൽ IG ആയിട്ട് വീണ്ടും 2ാമത്തെ പ്രാവശ്യം എനിക്ക് പോസ്റ്റിംഗ് ആയി. ആദ്യത്തേത് DIG പോസ്റ്റ് ആയിരുന്നു, പിന്നീട് IG പോസ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എന്നെ IG ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്തു. അതേക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വീണ്ടും ഇലക്ഷൻ വന്നപ്പോഴാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഞാൻ എറണാകുളം IG ആയിട്ട് ജോലി ചെയ്യുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, ഉമ്മൻചാണ്ടി സാറ് വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏൽക്കുന്നു, അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രിയാകുന്നു. ആ ഒരു അവസരത്തിൽ ഉയർന്നു കേട്ട ഒരു അഭ്യൂഹമാണ് ശ്രീലേഖ മാറ്റും എന്നുള്ളത്. അപ്പൊ അത് മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാം എന്ന കരുതി ഞാൻ അവിടെ ഇരുന്നു. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു SI പോലീസ് ആസ്ഥാനത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിച്ചു. അതായത് എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വേണം. അപ്പൊ മാഡം അത് ചെയ്യുന്നില്ല എന്നുള്ള മറ്റോ എന്നെ കുറിച്ച് പരാതി പറയാനായിട്ട് ചെന്നതാണെന്ന് തോന്നുന്നുണ്ട്. DGP കാണാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പൊ അന്ന് അവിടെ IG അഡ്മിനിസ്ട്രേഷൻ ആയിരുന്ന ഒരു ഓഫീസറെ കണ്ടപ്പോ IG അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, താൻ വിഷമിക്കേണ്ട, കാര്യങ്ങളൊന്നും അങ്ങനെ കൈവിട്ട് പോകത്തൊന്നുമില്ല, ഞാനാണ് അവിടെ എറണാകുളത്ത് IG ആയിട്ട് വരാൻ പോകുന്നത്, അപ്പൊ ഞാനത് ചെയ്തു തന്നോളാം എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞതായിട്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. അത് നടക്കും, അപ്പൊ ഇയാളാണോ ഇനിയിപ്പോ എന്നെ മാറ്റി IG ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ, കാരണം അത്ര ഉറപ്പോട് കൂടിയാണ് പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാനിപ്പോ ഇവിടെ IG ആയിട്ട് വന്നിട്ട് ഇത്രയും കാലമേ ആയുള്ളൂ, 3-4 മാസമേ ആയുള്ളൂ, അതിൻ്റെ ഇടയ്ക്കാണ് ഇലക്ഷൻ വന്നത്, ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ആണെന്നുള്ള ഇങ്ങനെ അഭ്യൂഹങ്ങൾ കേൾക്കുന്നു, എനിക്ക് മാറ്റമുണ്ടോ സർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ശ്രീലേഖ മാറ്റാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, പ്രൊമോഷൻ അടുത്ത് വരാൻ പോവില്ലേ, അപ്പൊ അതുവരെ തുടർന്നോളൂ എന്ന് പറഞ്ഞ് എന്നെ അവിടെ പ്രൊമോഷൻ ADGP ആയിട്ട് പ്രൊമോഷൻ കിട്ടുന്നത് വരെ തുടരാൻ അനുവാദം നൽകിയ ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു അനുഭാവപൂർവ്വമുള്ള ഒരു പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. സാധാരണ ഒരു സർക്കാർ മാറി വേറൊരു സർക്കാർ വരുമ്പോൾ എല്ലാരെയും ഇങ്ങനെ അടിമുടി മാറ്റുന്ന ശീലം ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി സാർ അത് ചെയ്തിരുന്നില്ല. സീനിയോറിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഓഫീസേഴ്സിന്റെ നന്മ മേന്മ അവരുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് ആളുകളെ പോസ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് ഒരു രാഷ്ട്രീയ ലക്കോട് കൂടി ഒരാളെ മാറ്റുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടർന്നില്ല എന്നുള്ളത് അദ്ദേഹത്തെ തികച്ചും ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി ഞാൻ
ബറ്റാലിയനിലേക്കാണ് ADGP ആയിട്ട് പോയത്. പക്ഷെ അവിടെ വെച്ചും അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികളിലും അദ്ദേഹം വന്നിരുന്ന മറ്റ് പല പരിപാടികളിലും അറ്റൻഡ് ചെയ്യാനും പല കേസുകൾ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യാനും സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യവും എനിക്ക് ഓർമ്മയുണ്ട്. 2015 ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കെ എനിക്കൊരു വിദേശ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ UK ഒരു 3 മാസത്തെ കോഴ്സ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ചീവനിങ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് മുഖ്യമന്ത്രിയെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോകണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൗസിലാണ് എന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ ഇരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം എന്നെ ബെഡ്റൂമിലോട്ട് വിളിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ഒറ്റയ്ക്ക് കിട്ടാനായിട്ട് ആ ഒരു വഴിയേ ഉള്ളൂ. അപ്പൊ ക്ലിഫ് ഹൗസിലെ ബെഡ്റൂമിലോട്ട് അദ്ദേഹം എന്നെ വിളിച്ചോണ്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞാനിങ്ങനെ ചീവനിങ് ഫെലോഷിപ്പ് കിട്ടി പോവുകയാണ്, 3 മാസത്തേക്കാണ് കോഴ്സ്, അത് കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പൊ ഞാൻ സാറിനെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ശരി, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷ് ചെയ്തിട്ട് വിട്ട ഒരു നന്മ, ആ ഒരു ഒരു ഹൃദ്യത, അനുഗ്രഹിച്ച് വിട്ട പോലെയുള്ള ഒരു ഹൃദ്യത ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ആ ഫെലോഷിപ്പ് മുഴുവനും എനിക്കുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2016 ഇലക്ഷന് ശേഷം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ആ സമയം ADGP സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം താമസിച്ചിരുന്നത് ഭക്തിവിലാസത്തെ ഓൾ ഇന്ത്യ റേഡിയോ കഴിഞ്ഞ് പോലീസ് ക്വാർട്ടേഴ്സും ഒക്കെ കഴിഞ്ഞ് പൂജപ്പറ്റിലോട്ട് പോകുന്ന വഴി അൻവർ ഗാർഡൻസ് എന്ന് പറഞ്ഞ റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ട് ഒരു ചെറിയ ഇടവഴിയുണ്ട്. അപ്പൊ അതിനെ കൂടെ കയറി പോകുമ്പോഴുള്ള ഒരു വീട്ടിലായിരുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ അങ്ങനെ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കാണുന്നത്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഒരാളോ മറ്റോ ഉണ്ട്, പുറത്തിങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു കസേരയിൽ ഇരുന്നതോ പത്രം വായിക്കുകയോ ബുക്ക് വായിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന അദ്ദേഹത്തിന്റെ അടുത്ത്, ഞാൻ മഫ്റ്റിയിലായിരുന്നു, തൊഴുതു. ശ്രീലേഖ ഇരിക്കുക എന്ന് പറഞ്ഞത് എണീറ്റൊക്കെ നിന്ന് എന്നെ ഇരുത്തുകയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല സാർ, ചുമ്മാ വന്നാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അമ്പരം, ഇപ്പൊ ചുമ്മാ വന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതേ സാർ, ഞാൻ ചുമ്മാ വന്നു, സാറിനെ കാണാനായിട്ട് വന്നു, സാറ് വളരെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് ഞാൻ നന്ദി പറയാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ചിരിച്ചു. അങ്ങനെ തുറന്ന് ഓപ്പൺ ആയിട്ട് ചിരിക്കുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ നന്ദി പറയാനായിട്ട് ചെല്ലുന്നുള്ളത്. സംസാരിച്ചുകൊണ്ടിരുന്ന ആ സമയം മുഴുവൻ അമ്പരപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണായിരുന്നു. ഒരു കാര്യവും ഇല്ലാതെ ഒരു IPS ഓഫീസറെ പോയി കാണുമോ, അത് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാത്ത ഒരു ആളെ എന്നുള്ള മട്ടിൽ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ഞെട്ടിയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അധികം അദ്ദേഹത്തെ ഒമ്പരിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ സമയം നിന്നില്ല. ഞാൻ ശരി സാർ, എന്നാൽ ഞാൻ പോവുകയാണ്, സാറിന് എല്ലാ നന്മയും നേരുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരികയായിരുന്നു. അതാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അവസാനമായി കണ്ട് സംസാരിച്ച സമയം. ഇന്റലിജൻസിൽ ഇരിക്കുമ്പോൾ അസംബ്ലിയിൽ വെച്ച് പല പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, വിഷ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. പിന്നെ പല മീറ്റിങ്ങുകൾക്കും അതിനുശേഷം പോകുമ്പോഴും പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പോകാൻ സാധിച്ചിട്ടില്ല. റെസ്റ്റ് ചെയ്തോട്ടെ, വിശ്രമമാണല്ലോ ഇപ്പൊ ആവശ്യം. ഇതുപോലെ അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് ആളുകൾ ഇങ്ങനെ വെറുതെ കാണാൻ പോകുന്നതൊന്നും പൊതുവെ ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ കേരളക്കരയിലുള്ള എല്ലാരെയും പോലെ വളരെയധികം അഗാധമായ ദുഃഖം തോന്നുന്നത് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിന്നില്ല എന്ന ഒരു കാര്യത്തിൽ എനിക്ക് കേരള ജനതയോടും കേരളത്തിലെ പത്രമാധ്യമ സുഹൃത്തുക്കളോടും ഒക്കെ വലിയ പരിഭവം തോന്നുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വലിച്ചഴച്ചു, അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് അപവാദങ്ങൾ നമ്മൾ കേൾപ്പിച്ചു. ഒരു വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന ഇതുപോലെയുള്ള വലിയ പാപങ്ങൾക്ക് എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്ക് മാപ്പ് പറയാൻ പറ്റുക? മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന, വീട് നോക്കാതെ, സ്വന്തം കാര്യം നോക്കാതെ, ഒരു സ്വയ ഇച്ഛയില്ലാതെ, ഒരു സ്വയമായിട്ടുള്ള ലാഭവും ഇല്ലാതെ ഇങ്ങനെ ചത്ത് കിടന്ന് ജോലി ചെയ്ത ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ വേണ്ട വിധത്തിലുള്ള ഒരു ആദരവ് നൽകിയിരുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡുകളൊക്കെ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. കേരളത്തിലെ പൊതുജീവിതം അഴിമതി രഹിതമാക്കിയതിന് UN-ന്റെ ഒരു അവാർഡ് 2013 അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആ സമയം ഞാൻ വിജിലൻസ് ADGP ആയിരുന്നു. അതിന് വിജിലൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയതായിട്ട് എനിക്ക് അറിയാം. പബ്ലിക് സർവീസിൽ അഴിമതി ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു, അത് കൊണ്ടുവരാൻ സഹായിച്ചു. ടെക്നോളജിക്ക് മുൻതൂക്കം നൽകിയ ഒരു ഭരണം എന്നുള്ള രീതിയിലൊക്കെയാണ് ആ അവാർഡ് കൊടുത്തത്. ജനസമ്പർക്ക പരിപാടിയിലും ഇതുപോലെ ഒരു ജനസമ്പർക്ക പരിപാടി ലോകത്ത് ആരും നടത്തിയിട്ടുണ്ടാവില്ല. അതിനും യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കിട്ടിയിരുന്നു അദ്ദേഹത്തിന്. എല്ലാ കാരണം കൊണ്ടും ജനങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ജനങ്ങൾക്ക് അഭിമാനിക്കാനും ഒക്കെ പറ്റിയ ഒരു വ്യക്തിത്വം എന്ന നമുക്ക് അഭിമാനിക്കാവുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. സ്മാർട്ട് സിറ്റികള്, മെട്രോസ്, വിഴിഞ്ഞം പോർട്ട്, നെടുമ്പാശ്ശേരിയുടെ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്, ടെക്നോ പാർക്കിന്റെ ഡെവലപ്മെന്റ്, ഇൻഫോ പാർക്ക് സെറ്റപ്പ് ചെയ്തത്,
കിൻഫ്ര സെറ്റപ്പ് ചെയ്തത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെയൊക്കെ പിന്തുടർച്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും. ഇതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന വലിയ വ്യക്തിയുടെ, മഹാനായ നേതാവിന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് സസ്നേഹം ശ്രീലേഖ.